നമ്മളിന്ന് എത്തി നിൽക്കുന്നത് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ശ്രീകൃഷ്ണ കേന്ദ്രം നിലവിലുള്ളത്. ഇവിടെ എത്തിയാൽ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇവിടെ 3-4 ഷെൽട്ടറുകളിലായിട്ടാണ് നാടൻ പശുക്കളെ ഇവിടെ സംരക്ഷിക്കുന്നത്. 100-ൽ കൂടുതൽ നാടൻ പശുക്കളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. വിവിധ ഇനത്തിൽപ്പെടുന്ന ഇൻഡിജീനസ് കൗവിനെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലെ എല്ലാ വീടുകളിലും പശുക്കളെ ദാനമായി എത്തിക്കണമെന്നാണ് ഈ ശ്രീകൃഷ്ണ കേന്ദ്രത്തിൻ്റെ ആഗ്രഹം. ഇവിടെ പശുക്കളെ ദാനമായി ആൾക്കാർ നൽകുന്നുണ്ട്. ഇവിടുന്നും പശുക്കളെ ദാനം നൽകുന്നുണ്ട്. ഗോപൂജ, ഗോദാനമൊക്കെ ഈ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ നടന്നു വരുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിമനോഹരമായ ഭൂപ്രകൃതിയിലാണ് ഇവർ മെയ്യുന്നത്. നമ്മൾ ഏതാണ്ട് ആ മെയ്യുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ വളരെ വലിയ 3 മലയുടെ അടിവാരത്തിലായിട്ടാണ് ഇവർ മേച്ചിൽപ്പുറം. വൃത്താകൃതിയിലാണ് ഈ മലയുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നമ്മൾ ഈ കാണുന്നത് ബോധിവൃക്ഷമാണ്. ഈ ബോധിവൃക്ഷ ചുവട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതിമനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ്. ഒരിക്കലെങ്കിലും ഈ ഒരു ഗോശാല ഇവിടെ വന്ന് കാണാനായിട്ട് എല്ലാവരും മനസ്സ് വെക്കണം. ഭഗവത് സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. നാടൻ പശുക്കൾ വരിവരിയായിട്ട് ആ പുൽപ്പാടങ്ങളിലേക്ക് പോവുകയാണ്. ഈ കാണുന്നതാണ് മലയെന്ന് പറയുന്നത്. 100 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥലത്ത് വിവിധ പദ്ധതികളാണ് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്ത സമയത്താണ് കുട്ടികൾക്കുള്ള പാർക്കിൻ്റെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിരുന്നു. അടുത്തത് വിവിധ പദ്ധതികളായിട്ട് ഇവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഗോശാലയിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മൾ ഈ വീഡിയോയ്ക്ക് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെയാണ് ഷെൽട്ടറുകളൊക്കെ തന്നെ. അതിമനോഹരമായ ഈ സ്ഥലം എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. ഈ ഭൂപ്രകൃതിയിലാണ് ഈ പശുക്കൾ മെയ്യുന്നത്. ധാരാളമായിട്ട് പുല്ല് ഉണ്ട് ഇവിടെ മെയ്യാനായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ്. നമുക്കിവിടെ എത്തിയാൽ തിരിച്ചു പോകാൻ തോന്നില്ല. എന്തായാലും ഒരിക്കലെങ്കിലും ഈ ഒരു ഗോശാല വന്ന് കാണാനായിട്ട് മനസ്സുണ്ടാകണം. വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ഒന്ന് ഫോളോ ചെയ്യണം. ഇൻഡിജീനസ് കൗവിനെക്കുറിച്ചും നല്ല നല്ല കർഷകരെക്കുറിച്ചും വ്യത്യസ്ത കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.